ഏതായാലും വേടൻ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും അവരുടെ രീതിയിലും മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് വേടൻ്റെ സംഗീതം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ സവർണ ഹിന്ദു മേധാവികളെ ചൊടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ശശികല ടീച്ചർ, മോഹനൻ തുടങ്ങിയ RSSൻ്റെ വക്താക്കൾ ഈ വേടനെതിരെ ശക്തമായ പ്രചരണവുമായിട്ട് മുന്നോട്ട് വരുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഹൈന്ദവ മേധാവികൾ ഒരുപാട് കാലമായി താലോലിച്ച് വെച്ചിട്ടുള്ള ചില സ്വപ്നങ്ങളുണ്ട്. അതിലൊന്ന്, എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെയും, അവർണനാവട്ടെ സവർണകനാവട്ടെ ചാതുർവർണ്ണത്തിന് പുറത്തുള്ള നികഷ്ട ജീവികൾ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യജന്മങ്ങളാവട്ടെ, ഇവരെയൊക്കെ ഒറ്റച്ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ ഹൈന്ദവ സമാജം സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ സ്വപ്നം, ഇവരുടെ സങ്കല്പവും അതാണ്. ഇങ്ങനെ ഒരു സമാജം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സമാജത്തിലേക്ക് ചാതുർവർണ്ണത്തിൻ്റെയും ആശ്രമധർമ്മങ്ങളുടെയും ആശയങ്ങൾ ഒളിച്ചു കടത്തി ആ ഒരു സാമൂഹിക സെറ്റപ്പ് ഈ കൊച്ചു സംസ്ഥാനത്ത് ഒപ്പം ഭാരതീയ സമൂഹത്തിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇവരുടെ സ്വപ്നം. ഇതിന് വിഘാതമായ തരത്തിലാണ് വേടൻ്റെ സംഗീതവും ആ സംഗീതത്തിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ആശയങ്ങളും രംഗപ്രവേശനം ചെയ്യുന്നത്. ഇവിടെ വേടനെ പിന്തുണക്കുന്നവരിൽ, അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികൾ ആസ്വദിക്കുന്നവരിൽ എല്ലാവിധ ജനവിഭാഗങ്ങളുമുണ്ട്. അതിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളിൽ പിന്നോക്കക്കാർ മാത്രമല്ല, അധകൃത വിഭാഗങ്ങൾ മാത്രമല്ല, സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു. അതായത് സവർണ സമുദായങ്ങളിലെ യുവാക്കളടക്കം വേടൻ്റെ പരിപാടികൾ കേട്ട് ആസ്വദിക്കാൻ വേണ്ടി തടിച്ചുകൂടുന്നു. എന്നിടത്താണ് ഇവരുടെ ഭയപ്പാട് ശക്തിപ്പെടുന്നത്. തങ്ങൾ തെളിച്ചു കൊണ്ടുപോകുന്ന ആട്ടിൻകുഞ്ഞുങ്ങൾ ഈ വേടൻ്റെ ആശയങ്ങൾ കേട്ട് വഴിതെറ്റി പോകുമോ? അപ്രകാരം തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പാളിപ്പോകുമോ? തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമാജം എന്ന് പറയുന്ന ഒരു സവർണ രാഷ്ട്രീയ കുമിള പൊട്ടിപ്പോകുമോ എന്നൊരു ഭയമാണ് ഇത്രയും ശക്തവും പൈശാചികവും വൈകൃതവുമായ രീതിയിൽ വേടനെതിരെ രംഗപ്രവേശനം ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ.